ഹലോ, ഇന്ന് നമുക്ക് കുക്കറിൽ പെട്ടെന്നൊരു ചിക്കൻ കുറുമ ഉണ്ടാക്കിയാലോ? ഈ കുറുമ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ് ഈ റെസിപ്പി നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. ഞാൻ കുറുമ ഉണ്ടാക്കാൻ 250 ഗ്രാം ചിക്കൻ ആട്ടോ എടുത്തേക്കുന്നേ. ആദ്യം തന്നെ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വലിയ ജീരകം, 2 ഏലക്ക, 2 ഗ്രാമ്പു ഇട്ട് കൊടുക്കുക. ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവോള, 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂടെ ക്യാരറ്റ് ഇഷ്ടമുള്ളവർക്ക് ക്യാരറ്റും ഇട്ട് കൊടുക്കാം കേട്ടോ, ഞാൻ ഇടുന്നില്ല. പിന്നീട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മസാലപ്പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നീട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നീട് ഈ ചിക്കനും മസാല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇനി നമുക്ക് ചിക്കനിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. പിന്നീട് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഇത്ര ആയതിനു ശേഷം നമ്മളിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് 2 വിസിൽ വരുന്നോടം വരെ വെയിറ്റ് ചെയ്യണേ. ലാസ്റ്റ് ഞാൻ നമ്മുടെ കുറുമയിലേക്ക് കുറച്ച് നട്ട്സ് കൂടി വറുത്തിടുന്നുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി. അങ്ങനെ വളരെ ടേസ്റ്റുള്ള നമ്മുടെ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല ചൂടുള്ള അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.